ശബരിമലയിലെ സ്വർണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തനിക്ക് വിറ്റതാണ് എന്ന് ജ്വല്ലറി ഉടമയായ ഗോവർദ്ധൻ 14,97,000 രൂപയാണ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് DD ആയി കൈമാറിയത്. ദേവസ്വം ബോർഡാണ് ക്രമക്കേട് നടത്തിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ ഗോവർദ്ധൻ പറയുന്നു. പണം കൈമാറിയതിന്റെ രേഖകളും ഗോവർദ്ധൻ കോടതിയിൽ സമർപ്പിച്ചു. രേഖകളുടെ പകർപ്പും മീഡിയ വൺ ലഭിച്ചു. സിജോ വി ജോൺ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സിജോ, എന്താണ് ജാമ്യ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ സ്വർണം കൊണ്ടുപോയതിൽ ഗോവർദ്ധന് കൈമാറിയതിൽ ദേവസ്വം ബോർഡിന് കൃത്യമായ വിവരം ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിലൊക്കെ തങ്ങൾക്ക് ഇത് അറിയില്ല, ഇതിനെക്കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ പറയുകയും ചെയ്തിരുന്നത്. പക്ഷേ അതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട DD ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് 2019 ഗോവർദ്ധൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറിയിരിക്കുന്നതാണ്. 14.97 ലക്ഷം രൂപയുടെ DD ആണിത്. ഈ സ്വർണ്ണ കൈമാറ്റം നടന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു സാമ്പത്തിക ഇടപാട് ഗോവർദ്ധനും ശബരിമലയും തമ്മിൽ നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് ഈ സ്വർണം വാങ്ങിയതിന്റെ ഭാഗമായി ശബരിമലയ്ക്ക് തന്നെ അല്ലെങ്കിൽ ശബരിമല അധികൃതർക്ക് തന്നെ നേരിട്ട് കൊടുത്തതായ ഒരു പണമായി എന്ന നിലയിലാണ് പറയുന്നത്. ഈ സ്വർണം വാങ്ങിയതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിനെതിരെ കുറ്റബോധമുണ്ടായി. ശബരിമലയിലെ സ്വർണ്ണമല്ലേ എന്നുള്ളൊരു കുറ്റബോധമുണ്ടാകുന്നു. പിന്നീടാണ് അങ്ങനെ അതിനൊരു പരിഹാര ക്രിയ എന്ന നിലയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനോട് പറയുന്നത് ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നത്. അങ്ങനെ സ്വർണ്ണഹാരം അണിയുന്നതിന് വേണ്ടിയിട്ട്, അത് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു തുക നൽകുന്നു. അവിടെ അന്നദാനം നടത്തുന്നതിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ കൊടുക്കുന്നു. അങ്ങനെ പല തവണകളായി പണം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് പക്ഷേ കൊടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡിന് നേരിട്ടല്ല, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് കൊടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് ഏകദേശം 1.5 കോടിയോളം രൂപ ഇത്തരത്തിൽ ശബരിമലയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ശബരിമലയിൽ നിന്ന് സ്വർണം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഈ ഇടപാടുകൾ നടന്നതിൽ ദേവസ്വം ബോർഡിന് കൃത്യമായ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. അല്ലെങ്കിൽ ഗോവർദ്ധനും ദേവസ്വം ബോർഡും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. ഇനി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിവരങ്ങളാണ്. അതിൽ അദ്ദേഹം പറയുന്നത് തന്നെ ബോധപൂർവം പ്രതി ചേർക്കുകയായിരുന്നു. തനിക്ക് ഈ ഇടപാടുകളിൽ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല. സ്വർണം കൊണ്ടുവന്നു, അത് താനത് വാങ്ങി അത് വിൽക്കുകയും ചെയ്തു. തൻ്റെ അടുത്തുനിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന സ്വർണം എന്ന് പറയുന്നത് അത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണ്ണമല്ല, അതിന് തത്തുല്യമായിട്ടുള്ള 474 ഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണം എവിടെ എന്നുള്ളതാണ്. അദ്ദേഹം പല കാര്യങ്ങളും ഈ ജാമ്യാപേക്ഷയിൽ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്ന്, പല ഘട്ടങ്ങളിലായി ശബരിമലയിൽ താൻ പണം നൽകിയിട്ടുണ്ട്. അത് ഈ ശ്രീകോവിലെ വാതിലൊക്കെ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. ഒന്ന്, ഗോവർദ്ധൻ നൽകിയുള്ള DD ആരുടെ പേരിലാണ് DD എഴുതിയിട്ടുള്ളത്? ഒന്ന്, അതിന്റെ പർപ്പസ് വല്ലതും സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇനി അതല്ല ഈ പറയുന്ന അന്നദാനത്തിനോ മറ്റോ ആയി സംഭാവന നൽകിയ പണമാണോ അത് എന്ന് വ്യക്തമല്ലല്ലോ. രണ്ടാമത്തെ കാര്യം, ശബരിമലയിൽ നിന്ന് താൻ വാങ്ങിയെന്ന് പറയുന്ന ആ സ്വർണ്ണമല്ല അന്വേഷണ സംഘം പിടിച്ചെടുത്തത് എങ്കിൽ ആ സ്വർണ്ണം എവിടെയെന്ന് ചോദ്യമുണ്ടല്ലോ. അത് ഗോവർദ്ധൻ പറയണ്ടേ ആ സ്വർണ്ണം എവിടെയാണെന്ന്? ഇത് തന്റെ സ്വർണ്ണമല്ല എന്ന്, അല്ല ആ സ്വർണ്ണമല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ടോ. ഒന്നാമത്തെ കാര്യം ആദ്യം ചോദിച്ചതിൽ ഈ DDയിലാണ്. DDയിൽ ഇന്ന പർപ്പസിനാണ് എന്ന് പറയുന്നില്ല. പക്ഷേ ഈ അദ്ദേഹത്തിന് ഇതിന് വേണ്ടിയിട്ട് കൈമാറ്റം നടന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ 14.97 ലക്ഷം രൂപ DD ആയി കൊടുത്തിരിക്കുന്നത്. അത് ബോർഡ് അംഗങ്ങൾക്ക് നേരിട്ടാണ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. അത് ഈ പർപ്പസിനാണ് എന്നുള്ള രീതിയിലാണ് ഗോവർദ്ധൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഈ കൈമാറ്റം നടന്നതിന് പിന്നാലെ. പിന്നെ രണ്ടാമത്തെ കാര്യത്തിൽ ഈ സ്വർണം എവിടെ പോയി, കാരണം ഈ ഗോവർദ്ധൻ വാങ്ങുന്ന സ്വർണം എത്ര കിലോയാണ്? അത്രയും കിലോ സ്വർണത്തിന് 14-15 ലക്ഷം രൂപ മതിയാവുമോ? അപ്പോൾ അത് ലോജിക്കലി സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു വാദമല്ലല്ലോ. അല്ല, അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏകദേശം 1.5 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ ശബരിമലയിലേക്ക് സ്പോൺസർഷിപ്പായിട്ട് നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിന് അന്നത്തെ വാല്യൂ 2019 വാല്യൂ അനുസരിച്ച് ഗ്രാം എന്ന നിലയിലാണ് തുക. അതായത് ശബരിമലയിലെ സ്വർണ്ണത്തിന് നമുക്ക് സ്വാഭാവികമായി ഉദ്ദേശിക്കാം അതിനേക്കാൾ വലിയ വാല്യൂ ഉണ്ടെന്ന് ഉദ്ദേശിക്കാം. പക്ഷേ ഇതിന്റെ തൂക്കം ഗ്രാം വാല്യൂ എന്ന നിലയിലാണ് 15 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നത്.
19 കണക്കനുസരിച്ചാണ്. അതിനുശേഷമാണ് ഈ പറയുന്നത് പോലെ സ്വർണ്ണത്തിന് വലിയ രീതിയിലുള്ള വില വരികയും ചെയ്തിട്ടുള്ളത്. നേരത്തെ ഇത്തരത്തിൽ വലിയ രീതിയിൽ സ്പോൺസർഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ആ തൂക്കത്തിന്റെ അനുസരിച്ചുള്ള ഒരു വില എന്ന നിലയിൽ വാങ്ങുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം അജിംസ് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് സ്വർണം എവിടെ പോയി എന്നുള്ളത് സംബന്ധിച്ച്. അത് 2019 അത്തരത്തിൽ സ്വർണം കൊണ്ടുപോകുന്നത്. സ്വാഭാവികം നമ്മൾ ഉദ്ദേശിക്കുന്നത് 2025 ഈ സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. അത്രയും നാളും ഈ സ്വർണം അവിടെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിട്ടുണ്ടാവില്ല. അതിന് തത്തുല്യമായിട്ടുള്ള ഒരു സ്വർണം അവിടെ നിന്ന് പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജാമ്യാപേക്ഷയുടെ ഒരു ബലത്തിൽ കൂടിയാണ് ആ കാര്യത്തിനെ കുറിച്ച് പറയുന്നത്. ആ ജാമ്യാപേക്ഷയിലാണ് അദ്ദേഹം പറയുന്നത് ഈ ഗോൾഡ് അവിടെ നിന്ന് SIT പിടിച്ചെടുക്കുകയായിരുന്നു, ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തുകൊണ്ട് പോവുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിൽ ആ സ്വർണം എവിടെയെന്ന് സംബന്ധിച്ച് സ്വാഭാവികമായും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അല്ല സിജോ, അപ്പോഴും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു വാദമാണിത്. ഒന്ന്, എത്ര കിലോ സ്വർണമാണ് ഗോവർദ്ധൻ വാങ്ങിയത് പോറ്റിയുടെ കയ്യിൽ? 474 ഗ്രാം സ്വർണ്ണമാണ് വാങ്ങിയിട്ടുള്ളത്. അതായത് 1 കിലോയോളം സ്വർണ്ണമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയിലെയും സ്വർണം കൊണ്ടുപോയി. അതിനുശേഷം ഈ പറയുന്നത് പോലെ അത് ഉരുക്കി അത് പിന്നീട് സ്വർണം പതിപ്പിച്ചു. ഏകദേശം 106 ഗ്രാം സ്വർണത്തോളമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ ഇത് പണിക്കൂലിയായി കൊടുക്കുന്നത്. ബാക്കി വന്ന സ്വർണമാണ് ഇത് ശബരിമലയിലേക്ക് കൊടുത്തു വിടാതെ ഗോവർദ്ധന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അങ്ങനെയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന, അന്ന് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നോ കമ്മീഷണർ ആയിരുന്നോ എന്ന് എനിക്കൊരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം വാസുവിനോട് മെയിൽ വഴി ചോദിക്കുന്നത് ഇത്രയും സ്വർണം ബാക്കിയുണ്ട്, അത് നമ്മൾ സ്ത്രീകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി കൊടുക്കട്ടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന് അതിലൊരു തീരുമാനം പറയാതെ ഇത് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ആ ബാക്കി വന്ന സ്വർണ്ണമാണ് 474 ഗ്രാം സ്വർണം. ആ സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് വിൽക്കുകയും ചെയ്തിരിക്കുന്നത്. അത് പിന്നീട് ഇയാളുടെ ബെല്ലാരിയിലെ ജുവലറിയിൽ നിന്ന് പിടിച്ചെടുത്തുവെന്നാണ് പറയുന്നത്. പക്ഷേ ആ പിടിച്ചെടുത്തിരിക്കുന്ന സ്വർണം അത് തത്തുല്യമായ ഒരു സ്വർണ്ണമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഗോവർദ്ധൻ പറയുന്നത്. അത് ശബരിമലയിൽ കൊണ്ടുവന്ന സ്വർണ്ണമല്ല. അങ്ങനെയാണെങ്കിൽ ആ സ്വർണം എവിടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഗോവർദ്ധന്റെ വാദം ശരിയായാലും തെറ്റായാലും ഇപ്പോൾ എടുത്തുള്ള അന്വേഷണ സംഘം എടുത്തിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനെ പ്രതികൂട്ടിൽ നിർത്തുന്ന ഒരു മൊഴിയാണ് ആ ജാമ്യാപേക്ഷയിൽ ഉന്നയിക്കുന്ന വാദം എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിക്കും.